ഇതൊക്കെ പഠിച്ചതാണ് മറന്നു പോകും. Hi all, Assalamu alaikum warahmatullahi wabarakatuh. Welcome back to our channel. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഇടുവെത്താന്ന് പറഞ്ഞിട്ട്. ഞാൻ ശ്രമിക്കാൻ നോക്കുന്നെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നില്ല കേട്ടോ. കാരണം ഒരു സാധാരണ ഒരു വീട്ടിലുള്ളതിനേക്കാളും എങ്ങനെയും ഒരു 3 ഇരട്ടി പണികളാണ് എനിക്ക് മൊത്തത്തിലെല്ലാം കൂടെ നോക്കുമ്പോൾ വരുന്നത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഇടാത്തത്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ പണി കൂടുതലാണ്. ഷൂട്ടിങ് എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ ഫോണും കൊണ്ട് നടക്കേണ്ടി വരും. പിന്നെ അത് എഡിറ്റ് ചെയ്യാനും ഒരുപാട് പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് എസ്കേപ്പായി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടമാവും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒരു നാടൻ രീതിയിൽ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടും അവർക്ക് കളർഫുള്ളായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ലഞ്ച് ബോക്സും കൂടെ നമ്മളിതിൽ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക. എനിക്കത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും എന്തെങ്കിലും ഒരു എമോജിയെങ്കിലും കമൻ്റ് ഇടുക കേട്ടോ. പിന്നെ ഇതേ ബാക്കിൽ നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയോ, ഒരു എലി കുടുങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതിനെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നി. അത് ഫുഡ് കഴിക്കാൻ വരുന്ന നേരത്ത് നമ്മളിങ്ങനെ കൊല്ലുന്നത് എന്ന് പറയുമ്പോൾ. പക്ഷെ വേറെ വഴിയില്ലല്ലോ. പിന്നെ അതേ ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ, അതായത് മധുരക്കിഴങ്ങാണ്. ഇതെല്ലായിടത്തും കിട്ടുമെന്ന് വിചാരിക്കുന്നു. കളർ മാത്രം ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ അവിടെ എന്താണോ കിട്ടുന്നത് അത് മാക്സിമം ഈ ഒരു സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ കൊണ്ട് കഴിപ്പിക്കുക. മക്കൾക്ക് മാത്രമല്ല നമുക്കും കഴിക്കാം. ഒരുപാട് പ്രോട്ടീനും കാര്യങ്ങളും, പ്രോട്ടീനല്ല വൈറ്റമിൻസ് കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ വൈറ്റമിൻ എ ഒരുപാടുണ്ട്. പിന്നെ ചിലവും കുറവല്ലേ ഇത് വാങ്ങാനും വേണ്ടിയിട്ട്. ഞാൻ മിക്ക സമയത്തും മക്കളുടെ ലഞ്ച് ബോക്സിൽ അല്ലെങ്കിൽ രാവിലെ ബേബി ഫുഡായിട്ടൊക്കെ ഇത് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ്. ഇതുപോലെ നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. വെള്ളത്തിലിടുന്നതിനേക്കാളും നല്ലത് ആവിയിൽ വെച്ച് വേവിക്കുന്നതായിരിക്കും. കാരണം അതിൻ്റെ വാല്യൂസ് ഒന്നും തന്നെ കളയാതെ നമുക്ക് അതേപോലെ കിട്ടാൻ ആവിയിൽ വെച്ച് വേവിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അയച്ചക്കുട്ടൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. എണീറ്റ് സോഫയിൽ കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് എനിക്ക് ബാത്റൂമിൽ പല്ല് തേക്ക് ഇടയിൽ കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എങ്കിലേ അവരൊന്നും അനുസരിക്കുള്ളൂ. പിന്നെ ചുച്ചുക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ അവൾ അന്യനെ പോലെ 2-3 സ്വഭാവമാണ് കേട്ടോ കാണിക്കുക. ഇനിയിപ്പോൾ അടുത്തായിട്ട് എടുക്കുന്നത് കോവയ്ക്കാണ്. കോവയ്ക്ക ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇച്ചുലു ബേബിയും അപ്പോഴേക്കും എണീറ്റ് ഓടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം അവളെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന പരിപാടിയായിരിക്കും കേട്ടോ. പിന്നെ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവളെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് നമ്മുടെ കോവയ്ക്ക കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഇന്നൊരു കാര്യം കാണിക്കുന്നത് രാവിലെ 9 മണിയാകുമ്പോഴേക്കും നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് എല്ലാം റെഡിയാക്കിയിട്ട് എങ്ങനെ വെറുതെ ഇരിക്കാം എന്നുള്ളതും കൂടിയാണ്. പക്ഷേ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് ആ സമയത്ത് എഡിറ്റിങ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് ഞാനിങ്ങനെ ഉച്ചയ്ക്കും കൂടെ ചേർത്തി ആക്കി വെക്കാറുണ്ട്. കുറേ ദിവസമായിട്ടോ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതേ കോവയ്ക്കൽ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അടുത്ത സംഭവം കുറേ ദിവസം മുമ്പ് വാങ്ങി വെച്ചത് തന്നെയാണ് കേട്ടോ.
വഴുതനങ്ങ ഉണ്ടായിരുന്നു. ഇവിടെ കത്തിരിക്ക എന്നാണ് കേട്ടോ പറയുന്നത്. അത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള വഴുതന തന്നെ നിങ്ങൾക്ക് വേണം എന്നില്ല. നിങ്ങളുടെ വീട്ടിൽ പൊരിക്കാൻ പറ്റുന്ന വഴുതന ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ ഈ വഴുതനങ്ങ ഞങ്ങളുടെ അവിടെ ഇല്ല എന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ പറയും. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്. അതിൽ വന്നിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കൂടുതൽ ഡെക്കറേഷനോ മസാലകളോ കാര്യമായിട്ട് ഒന്നുമില്ല. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പൊരിച്ചാലും കറി വെച്ച് കഴിക്കാനും ഒക്കെ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാം മസാല കലക്കിയിട്ട് ഇതുപോലെ മുക്കി എടുക്കുന്നുണ്ട്. കുറച്ച് നേരം നമുക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ട് വെക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോഴേക്കും ഞാൻ ഒന്ന് റൂമിലേക്ക് പോയിട്ട് വരാം. പിന്നെ അതേ ഞാൻ ഇടയിൽ കൂടെ റൂമിലേക്ക് ഒന്ന് വന്നിട്ടുണ്ട്. ഇച്ചുലു ബേബിൻ്റെ തൊട്ടി ഒന്ന് മാറ്റി ഇടണം. പിന്നെ അതിന് ശേഷം നമ്മുടെ സ്കിൻ കെയറും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. നമ്മൾ ഇത് മാത്രം ചെയ്താൽ പോരല്ലോ, സ്കിൻ കെയറും കൂടെ നോക്കണമല്ലോ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ കൊണ്ടുവരാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ എൻ്റെ സ്കിൻ അത്യാവശ്യം കണ്ടില്ലേ ഗ്ലാസ് സ്കിൻ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തത് എന്നല്ലേ അത് പറഞ്ഞുതരാം കേട്ടോ. മാമാ എർത്തിൻ്റെ ഒരു ഗ്ലാസ് സ്കിൻ ചാലഞ്ച് ഉണ്ട്. മാമാ എർത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂവി ആക്റ്റീവ് സിറം കൊണ്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഡ്യൂവി കൊറിയൻ ലൈറ്റ് ഗ്ലാസ് സ്കിൻ ഗ്ലോ നമുക്ക് നൽകും കേട്ടോ. ഇതിൽ വന്നിട്ട് റൈസ് വാട്ടറും നിയാസിനമൈഡും ആണ് അടങ്ങിയിട്ടുള്ളത്. ഇത് ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൽ നന്നായിട്ട് വിസിബിൾ ആയിട്ടൊരു റിസൾട്ട് കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആവും. പിന്നെ അതുപോലെ ഇത് വന്നിട്ട് നല്ല ലൈറ്റ് വെയ്റ്റും കൂടിയാണ്, ടോക്സിൻ ഫ്രീ ആണ്, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിന് ഡ്യൂവി ഗ്ലാസ് സ്കിന്ന് ഗ്ലോ നൽകുന്നുണ്ട്. അതേപോലെ ഇത് വന്നിട്ട് റൈസ് വാട്ടറും അതുപോലെ 10% നയാസിനമൈഡും ആണല്ലോ അടങ്ങിയിട്ടുള്ളത്. ഇതിലടങ്ങിയിരിക്കുന്ന നയാസിനമൈഡ് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റിയിട്ട് സ്കിന്ന് ഈവൻ ടോൺ ആക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ റൈസ് വാട്ടർ വന്നിട്ട് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്ത് ഗ്ലാസ് സ്കിൻ ഗ്ലോവും കൂടെ നൽകുന്നുണ്ട്. ഇതിന് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി എവറിഡേ യൂസിന് സേഫ് ആണ് കേട്ടോ. ഗ്ലാസ് സ്കിൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കണ്ടില്ലേ എങ്ങനെയാണെന്നുള്ളത്, ബിഫോറും ആഫ്റ്ററാണ് കേട്ടോ. അത് ബെസ്റ്റ് റിസൾട്ട് കിട്ടാനും വേണ്ടിയിട്ട് മാമാ എർത്തിൻ്റെ തന്നെ റൈസ് വാട്ടർ ഡ്യൂവി സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യുക. ഇതിലും വന്നിട്ട് റൈസ് വാട്ടറും നിയാസിനമൈഡും ആണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത്. മെയ്ഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ഓൾ സ്കിൻ ടൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഈ 2 പ്രോഡക്ട്സും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മാമാ എർത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ എല്ലാത്തിലും അവൈലബിൾ ആണ്. അവരുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ നിന്ന് ആപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡായ സിലു 2024 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ടും കൂടെ കിട്ടും. ഇപ്പോൾ ഓഫ്ലൈനിലും കൂടെ മാമാ എർത്ത് സെയിൽ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഷോപ്പിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കമൻറ്റ്. പിന്നെ മാമാ എർത്ത് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്സ് വാല്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് പ്രകാരം ഒനിയൻ ഷാമ്പു സുപ്പീരിയർ ക്വാളിറ്റിയിൽ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. കോവയ്ക്ക പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറുണ്ട്, കോവയ്ക്ക ഉണ്ട് പൊരിച്ചത്, പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട്, ഒക്കെ പഴമുണ്ട്. ഞാൻ കൂടുതലും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. ഓയിൽ എനിക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ. ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. വെളിച്ചെണ്ണയിൽ നമ്മൾ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിന് വലിയ പ്രശ്നമില്ല കേട്ടോ. അതാണ് പറയുന്നത്, വലിയ പ്രശ്നമില്ല എന്നാണ്, അല്ലാതെ തീരെ പ്രശ്നമില്ല എന്നല്ല. പിന്നെ ഇതേ കോവയ്ക്കെല്ലാം അതുപോലെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ വേഗം നമ്മുടെ കത്തിരിക്ക, അതായത് വഴുതന പൊരിക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഓയിലല്ല, ലൈറ്റായിട്ട്. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ, എന്താ പറയുക, മധുരക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വെന്തോന്ന് പറഞ്ഞിട്ട് കത്തിയിൽ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് ലഞ്ച് ബോക്സ് 4 ആക്ച്വലി ഇച്ചു ബേബിക്കും ആ സമയം ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പം അറേഞ്ച് ചെയ്ത് വെക്കാനല്ലാന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടും. അപ്പോൾ ഞാനിതെല്ലാം അപ്പളിക്കപ്പം എടുത്തിട്ട് ഇതുപോലെ പാത്രങ്ങളിലേക്ക് ആക്കി മാറ്റി അപ്പുറത്ത് വെക്കും. അപ്പോൾ പെട്ടെന്ന് ലഞ്ച് ബോക്സിലാക്കാം. വെറുതെ ലഞ്ച് ബോക്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രയാസമല്ല. പക്ഷേ നമ്മൾ കൂടെ ഷൂട്ടും കൂടെ ചെയ്യുമ്പോൾ നല്ല പ്രയാസമാണ്. ഇതിൻ്റെ പുറകിലൊക്കെ എൻ്റെ ഹസ്ബൻഡ് എന്നെ നല്ലോണം ചീത്ത അറിയുന്നുണ്ട് കേട്ടോ. ഓരോന്നും അത്ര സമയമായി ഇത്ര സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആവുമല്ലോ. പിന്നെ ഫ്രൂട്ട്സിൽ പപ്പായ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പപ്പായയും തൊടി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ നമ്മളിവിടെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒരു നേന്ത്രപ്പഴവും കൂടി എടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഇച്ചിലു ബേബിക്ക് വിശപ്പ് മാറാനും വേണ്ടിയിട്ട് അവൾക്ക്
അവളുടെ ഫുഡ് കൊടുത്തതാണ് കേട്ടോ. അവിടെ എവിടെയെങ്കിലും പോയിട്ട് പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിച്ചോളും, എന്നെ കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കൂല. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് രാവിലെ തന്നെ അവൾക്ക് ഇതുപോലെ കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കോവയ്ക്ക ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ട്. പിന്നെ നേരെ ഞാൻ അടുത്ത നമ്മുടെ ബ്രിഞ്ചാളിൻ്റെ അടുത്തേക്ക് പോയി അതൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കോവയ്ക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓടി ഇങ്ങോട്ടേക്ക് വന്ന് അതെല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. താഴെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ കുടിക്കും. പക്ഷേ എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. റാൻകുട്ടിക്കാണ് ഫസ്റ്റ് പോകേണ്ടത്. അപ്പോൾ അവളുടെ ടിഫിൻ ബോക്സ് മാത്രം പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പുറത്ത് നിൽക്കുക എന്നെ നല്ലോണം ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താ അവൾ ലീവാണോ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചത്. കാരണം ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടിഫിൻ ബോക്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് ആരെങ്കിലും ഒരാൾ നല്ല രീതിക്ക് ഷൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല കേട്ടോ. കാരണം ഞാൻ ഇതാക്കുന്നു, അതിൻ്റെ ഇടയിൽ വേറൊരാൾ എന്തായാലും പിടിക്കാനും വേണമല്ലോ. പിന്നെ കുറച്ച് അധികം ചോറ് ഇവർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ടിഫിൻ ബോക്സ് ചെറുതാണ്, അതുകൊണ്ട് ചെറുതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ചെറുതാകുമ്പോൾ അവർക്ക് ബാഗിൽ വെക്കാനും കുറച്ചും കൂടെ കൺവീനിയൻറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറുതൊന്ന് നമ്മൾ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ റൺകുട്ടിക്ക് സമയമായി, അവളിതേ പോവാണ്. ഇനി ഒറ്റയ്ക്കാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ല ടഫാണ് കേട്ടോ. റന പോയി കഴിഞ്ഞാൽ ഒന്ന് ഷൂട്ട് ചെയ്യാനോ പിടിക്കാനോ ഒന്നും ആരും ഇല്ലാതെ. പിന്നെ യൂണിഫോം ഇവർക്ക് കിട്ടിയിട്ടില്ല. യൂണിഫോം കിട്ടുന്നവരെ ഇങ്ങനെ ഓരോ ഡ്രസ്സുകൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് പോവാണ്. പിന്നെ അവൾ പോയി കഴിഞ്ഞാൽ ഉടനെ ദേ ഞാൻ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ട്രൈപോഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ വഴുതനയെല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ദേ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള കോവയ്ക്കയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹേസുകുട്ടം വന്നവരോന്ന് ചോദിക്കാൻ കേട്ടോ. അവനിങ്ങനെ ഫുഡ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതേ എല്ലാം പാത്രങ്ങളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിലേക്ക് ആക്കൽ മാത്രമാണ് കേട്ടോ നമ്മുടെ പരിപാടി. ഇതിൽ കാണുന്ന എല്ലാം തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. സാധാരണ നമ്മളൊരു ഷോർട്ട്സോ അങ്ങനെ എന്തെങ്കിലും ലഞ്ച് ബോക്സിൻ്റെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും നല്ലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഒക്കെ പൊതുവേ നെഗറ്റീവായിട്ട് ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ടാവും. നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം എൻ്റെ എത്രയോ മണിക്കൂറിൻ്റെ അധ്വാനമാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സുഖമായിട്ടിരിക്കുന്ന നേരം വേണമെങ്കിൽ എനിക്ക് ഇരിക്കാം, പക്ഷേ ഞാൻ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് അധ്വാനിച്ച് ഉറക്കമൊഴിച്ചിട്ടൊക്കെയാണ് ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെയല്ലേ നല്ല ഫുഡ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പട്ടിണി എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും അവരെ മക്കളെ പട്ടിണി കിടത്തേമില്ല, അവരും പട്ടിണി കിടക്കുമല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആർക്കെങ്കിലുമൊക്കെ മാസം എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അതല്ലാതെ ആരെങ്കിലുമൊക്കെ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം എന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോ നെഗറ്റീവ് വരുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ അവരുടെ സ്കൂളുകളിൽ അങ്ങനെ തീരെ കഴിക്കാനില്ലാത്ത കുട്ടികളോ അങ്ങനെയൊന്നല്ല കേട്ടോ. നമ്മുടെ മക്കൾക്ക് മിക്ക സമയത്തും കൂടുതലും അവർ സ്കൂളിൽ തന്നെയായിരിക്കും. അപ്പോൾ എത്രയോ മണിക്കൂർ സ്കൂളിൽ പുറത്താണ് ചിലവഴിക്കുന്നത്. അപ്പോൾ അവരെ ചില പ്രായങ്ങളിൽ കൊടുക്കേണ്ട സംഭവങ്ങൾ ആ സമയത്ത് തന്നെ നമ്മൾ എന്തായാലും കൊടുക്കണം. അതല്ലാതെ എപ്പോഴും അവർ വന്നിട്ട് അല്ലെങ്കിൽ അവർ വലുതായിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിലല്ല, അവരെ വളർച്ചയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിലാണ്. ഈ നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരുപാട് വില കൂടിയ ഭക്ഷണം തന്നെ വേണം എന്നില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് കുറച്ച് ഭംഗിയിൽ നല്ല രീതിയിൽ കുറച്ചധികം നേരത്തെ എണീറ്റൊക്കെ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. എത്രയോ പേര് അങ്ങനെ അവരുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കമൻറ്റ് സെക്ഷനിൽ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് അവനവൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ മുട്ടയും പയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുളപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഈ ഐഡിയാസൊക്കെ ഇൻഷാല്ലാ ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫുഡാണ് കാണിച്ചത്. ഞാൻ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ആണ് കഴിക്കുന്നത് കേട്ടോ, ഡയറ്റ് ഇരിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെന്താ, എനിക്ക് നന്നായിട്ട് ചുമയുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ട് എന്തായാലും നന്നായിട്ടുണ്ട്, അതും കൂടെ ഇടയിൽ കണ്ടതാണ്. പിന്നെ ഇതേ ഇക്ക വന്നിട്ട് ഹയാനെ കൊണ്ടുവിടാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വരുമ്പോഴേക്കും ലേറ്റ് ആവും. അപ്പോൾ ഇന്ന് ഒബ്വിയസ്ലി നമ്മുടെ ചുച്ചുക്കുട്ടിക്കും അയച്ചനും സ്കൂൾ എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കുന്ന സമയത്ത് അവരും കൂടെ നമ്മുടെ കൂടെ വന്നിരുന്ന് കഴിക്കാനും വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ കഷ്ണങ്ങൾ അവരും കൂടെ എടുത്ത് കഴിച്ചു. ഓരോന്നല്ല ഏകദേശം അവരെടുത്ത് കഴിച്ചു. അപ്പോൾ അതേ 3 പേരും കൂടെ ഇക്കാക്ക് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഉണ്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാനും വേണ്ടി തോന്നിയിട്ട് 3 പേരും അടുപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് ഇരുത്തി. പിന്നെ ഇതേ അവർ പോകാനും വേണ്ടി റെഡി ആയിട്ടുണ്ട്. എപ്പോഴും പോകുന്ന സമയത്ത് നമ്മുടെ ഇച്ചുലു ബേബി അവരെ പുറകെ പോകണം എന്ന് പറഞ്ഞിട്ട് കരയാനായിട്ട് തുടങ്ങും. പിന്നെ എന്നിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, ചുച്ചു എവിടെയെന്ന് പറഞ്ഞിട്ട്.
എല്ലാവരും കൂടെ ഇങ്ങനെ കൂട്ടത്തിലിരുന്നിട്ട് പെട്ടെന്ന് അവൾ ഒറ്റപ്പെടുമ്പോൾ അവൾക്കൊരു സങ്കടം. പിന്നെ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ പുറകിൽ പോകാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പോണ്. ബേബീനെ എടുക്ക്, കുട്ടീൻ്റെ ബേബീനെ, അമ്മനെ എടുക്ക്. അയ്യോ പാവ കുട്ടി. കുട്ടീനെ ആര് കയറ്റി കൊണ്ടുപോയില്ലേ? മക്കളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീട് ഫുള്ളായിട്ട് പിന്നെ എന്താ പറയുക, ആന കയറിയ പാത്രക്കട പോലെ അല്ലെങ്കിൽ വല്ല സുനാമി വന്നു പോയ പോലെ ആയിരിക്കും മൊത്തത്തിൽ എല്ലാ റൂമിലും. ഞാൻ എന്നിട്ട് റേനക്കുട്ടീനത്ത് പറയും, ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എണീറ്റ് ഉടനെ തന്നെ ബെഡൊക്കെ കുടഞ്ഞ് വിരിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പണി എനിക്ക് കുറയല്ലോ എന്നിട്ട്. ചില സമയം അതിന് പോലും സമയം ഉണ്ടാവില്ല ഞാൻ ഷൂട്ടിന് വിളിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതേ ബെഡെല്ലാം കുടഞ്ഞ് വിരിച്ച് ഈ റൂമൊന്ന് സെറ്റാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഇച്ചിലു ബേബി ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ചെയർ എവിടെ കണ്ടാലും കയറി എല്ലാം വലിച്ചിടും. അതുകൊണ്ട് ഇവിടെ മൊത്തം ചെയറുകളും തലകുത്തി നിൽക്കലായിരിക്കും പരിപാടി. പിന്നെ അതേ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ കുറച്ച് തുണികൾ അലക്കാനിടാനുള്ളതും ഇട്ടതെടുക്കാനുള്ളതും അയലിനെടുക്കാനുള്ളതും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഇട്ട് വെച്ചിരുന്ന കുറച്ച് തുണികളാണ്, അതെല്ലാം ബക്കറ്റിലേക്ക് എടുത്തിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് വയ്ക്കുകയാണ്. ഇത് പിന്നെ ആയിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ എപ്പോഴും തുണികൾ കുറേ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അംഗബലം കൂടുതലാണല്ലോ. അതുകൊണ്ട് കുട്ടികൾ മിനിമം ഒരു 3 ഡ്രസ്സൊക്കെ ചിലപ്പോൾ മാറ്റും. 3 എന്ന് പറയുമ്പോൾ കുറേ ഡ്രസ്സ് ഉണ്ടായിട്ടല്ല, അതായത് യൂണിഫോം ഉണ്ടാവും, പിന്നെ വൈകുന്നേരം വന്നിട്ട് ഇടാനുള്ളത്, പിന്നെ രാത്രി ചിലപ്പോൾ മേല് കഴുകിയിട്ട് അവർക്ക് ഇഷ്ടത്തിന് ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ അങ്ങനെ. അപ്പോൾ പിന്നെ ദേ ഇച്ചിലു ബേബി അങ്ങോട്ടേക്ക് വരൂല എന്ന് പറഞ്ഞു നിന്നപ്പോൾ ഞാൻ ലൈറ്റും ഓഫാക്കി നേരെ അവളെ എടുത്ത് പേടിപ്പിക്കും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ പേടിപ്പിക്കാറൊക്കെ ഉണ്ട്. അവളെ എടുത്തിട്ട് നമ്മുടെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് നീറ്റാക്കി വെക്കണം, എല്ലാം മടക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് ശരിക്കും മക്കൾ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്തിട്ട് അതുപോലെ ചെയ്യുന്നുണ്ട്. ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ആ ചെയറുകളെല്ലാം 3 അടുക്കി ആ ഒരു ഭാഗത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾ അതേപോലെ ഞാൻ ഇപ്പുറത്ത് നീറ്റാക്കുന്ന സമയത്ത് മോളും അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി ബേബിനെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാനുള്ള ഒരുക്കങ്ങളാണ്. ഇത് മിക്ക ആൾക്കാർ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക. ബെഡ്റൂം അടച്ചതിന് ശേഷം ബാത്റൂമിലേക്ക് നമ്മൾ വാതിൽ തുറന്നിട്ടിട്ട് കുളിക്കാൻ പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ. ചെറിയ മക്കളും നമ്മളും മാത്രമായിട്ട് ഒറ്റയ്ക്കായി പോകുന്ന ആ ഒരു സമയങ്ങളിൽ മിക്കവാറും എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇച്ചു ബേബിക്ക് ടോയ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ബാത്റൂമിൽ പോയി കുളിച്ച് റെഡിയായി വന്ന് അവളെ തൊട്ടിലിട്ട് ഉറക്കിയിട്ടുണ്ട്. പിന്നെ ദേ ഇക്ക ഇപ്പോഴാണ് കേട്ടോ നാഷ്ട കഴിക്കുന്നത്. അപ്പോൾ ഇക്കാൻ്റെ നാഷ്ട എന്ന് പറയുമ്പോൾ ദോശ, ചമ്മന്തി, തലേ ദിവസത്തെ ചാറുണ്ടായിരുന്നു, അതുമാണ് കേട്ടോ. പിന്നെ ടേബിളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് സെറ്റാക്കി ഹാള് ഒക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി എല്ലാം ഒന്ന് നീറ്റാക്കി. അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ലോണം ചുമയുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആവി പിടിക്കണം, അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് എന്താ പറയുക, നല്ല നല്ല ഇലകളൊക്കെ വേണമല്ലോ, അത് പറിക്കാനും വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡ് പോയിരിക്കാൻ കേട്ടോ. ഈ സൈഡ് ഞാൻ പോവാറില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്, പാമ്പിനെയൊക്കെ വൃത്തിയാക്കിയിട്ടില്ല, കുറച്ച് വൃത്തികേടായിട്ട് തന്നെയാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ റംബൂട്ടാൻ കായ്ച്ചിട്ടുണ്ട്, ഇപ്രാവശ്യം നല്ലോണം കായ്ച്ചിട്ടുണ്ട്, പക്ഷെ ചെറുതായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്, അത് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തന്നാണ്. പിന്നെ നമ്മുടെ റാബിക്കുട്ടന് ഉള്ള ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തുളസിയും കുറച്ച് ആയുർവേദ ഇലകളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് കൈ കിട്ടിയ സംഭവങ്ങളൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ തിന്നാനും വേണ്ടിയിട്ട് റാബിക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഇലകളാണ് കേട്ടോ ഇതിട്ടിട്ട്. സത്യം പറയാലോ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും എനിക്ക് മാറാത്തത് ആവി പിടിച്ചപ്പോൾ, ഇതുപോലെ ആവി പിടിച്ചപ്പോൾ മാറി. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, തുളസി ഇലയും പിന്നെ വേറെ കുറച്ച് ഇലകളാണ് ഇട്ടിട്ടുള്ളത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ മുഖത്തിനും നല്ലതാണ് നമ്മൾ ഇതുപോലെ മഞ്ഞൾ ഇട്ടിട്ട് ആവി പിടിക്കുന്നത്. ഞാൻ കുറേ മുമ്പൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നതാണ്, ഇപ്പോൾ കുറേ ആയിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ, തിരക്ക് കാരണം.
പിന്നെ ആവി പിടിച്ച് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഒരു നമ്മുടെ മരത്തിൽ നിന്ന് തെങ്ങിൽ തന്നെയുള്ള ഇളനീരാണ് അത്. വന്നിട്ട് ഇച്ചു ബേബി എണിക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കഴിക്കാനും വേണ്ടിയിട്ട് ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കരച്ചിൽ ഒഴിവായി കിട്ടും കേട്ടോ. ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ നല്ല ടിപ്പായിരിക്കും അത്. നോട്ട് ചെയ്ത് വെച്ചോ, ഇതുപോലെ ഒരുപാട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഞാനിതുപോലെ ഒരുപാട് പയറ്റി നോക്കിയിട്ടാണ് ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇച്ചു ബേബിക്ക് ആ ഒരു ഇളനീര് ആ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അവൾ എണീറ്റ് ഉടനെ അവൾക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് എനിക്ക് ഫോണിൽ വർക്ക് ഉണ്ടായിരുന്നു, എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ കുറച്ച് കമൻസ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു. അത് കുറച്ച് നേരം നോക്കിയിരുന്ന് അപ്പോഴേക്കും നമ്മുടെ ബേബി എണീറ്റ്. അപ്പോൾ അവൾക്കുള്ള സംഭവം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവൾ കരച്ചിലൊന്നും ഇല്ലാതെ മിണ്ടാതെ അത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ലോഹർ നമസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോഹർ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഓതാനും ഒക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളും അതിൻ്റെ കൂടെ മീൻ പൊരിച്ചതും രസമാണ് കേട്ടോ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ നമ്മുടെ ഡയറ്റ് ഇതൊന്ന് ഷൂട്ട് ചെയ്യുക, എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നോക്കിയ സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ലൈവ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓണാക്കി വെച്ചിട്ടാണ്. നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ ഫൈസൽ CK എന്നെ ഒരുപാട് ആദ്യകാലങ്ങളിൽ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്ത്, എനിക്ക് പ്രോബ്ലംസ് ഒക്കെ വന്ന സമയത്ത് ഒരുപാട് കമൻറ്റ് ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. നമ്മുടെ ഷോപ്പിലേക്കൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ ഉപ്പാൻ്റെ കൂടെയൊക്കെ ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പരെ ലൈവ് കണ്ടപ്പോൾ ഞാൻ അവരിൽ എന്തൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പണികളും കൂടെ നടക്കുന്നുണ്ട്. ഞാനൊരു സാലഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സാലഡ് ഭയങ്കര ഈസിയാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയും കൂടിയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കൾ കുക്കുമ്പറൊക്കെ കഴിക്കുമെങ്കിലും എനിക്ക് കുക്കുമ്പർ വലുതായിട്ട് ഇഷ്ടമല്ല. പക്ഷെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കും. നല്ല കട്ട തൈരില്ലേ, അത് ഇതുപോലെ 2 സ്പൂൺ ഇടുക. കുക്കുമ്പർ ഇതുപോലെ ചീകിയിട്ട് അതിലേക്ക് ഇടുക. കുറച്ച് ഉപ്പ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. പിന്നെ പപ്പായ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് മമ്മൂട്ടി ഡെയിലി പപ്പായ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പപ്പായ കിട്ടുമ്പോഴൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴിക്കും കേട്ടോ. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതും കൂടെ അതേ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതെൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി, രക്ഷപ്പെട്ടു പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു ഇത് കാണിക്കുകയാണ്. ഡയറ്റ് ഫുഡ് കഴിക്കുന്നവർ ഒരുപാട് ഈ ചോറ് കഴിക്കുന്നത് നല്ലതല്ല. ചിലരുടെ വിചാരം കുട്ടികൾക്ക് കുറേ ചോറ് കൊടുക്കുക, എന്നിട്ട് കുറച്ച് കൂട്ടാൻ കൊടുക്കുക, അതാണ് ഹെൽത്തി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഇതുപോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനിത് ചെറിയൊരു പാത്രമാണ്, ഇത് വലുതല്ല, ഒരു കുഞ്ഞ പാത്രമാണ്. അതിൽ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാലഡും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഇതേ സാലഡ് ഇളക്കി കഴിഞ്ഞ് സാലഡ് ആയി കഴിഞ്ഞു. പിന്നെ കുക്കുംബർ കട്ട് ചെയ്ത് ഇവിടെ വെക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടമല്ല, ഇച്ചു ബേബി കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെക്കാണ് കേട്ടോ. പിന്നെ 2 സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടായിരുന്നു, അതും പിന്നെ നമ്മുടെ പപ്പായ വെച്ചിട്ടുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് വയറ് ഫില്ലാവും, നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യയില്ല. പിന്നെ ചെറിയൊരു പഴം കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഇച്ചിലു ബേബിക്ക് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ എന്ത് കഴിക്കുന്നോ അതും അവൾക്ക് ആ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവളിങ്ങനെ കഴിക്കൂട്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെറിയൊരു കഷ്ണം മീനും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴാണ് ഓർത്തത് നമ്മുടെ കോവയ്ക്കയും ഇതും എടുത്തിട്ടില്ല എന്നുള്ളത്. കുറച്ച് പരിപ്പ് കറിയാണ്, തേങ്ങ ഒഴിക്കാത്ത പരിപ്പ് കറി. പിന്നെ നമ്മുടെ വഴുതനയും നമ്മുടെ കോവയ്ക്കയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പം നോക്കുന്ന സമയത്ത് ഭയങ്കര വലിയൊരു കുറേ സംഭവമുള്ള ഒരു ലഞ്ചായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇതിൽ നമുക്ക് കാലോറി ഭയങ്കര കുറവാണ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് കൂടുതലായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. അതിപ്പോൾ വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും കൂട്ടാനല്ല, ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നവർക്ക് മൊത്തത്തിൽ കഴിക്കുന്നത് ഇതുപോലെ കഴിക്കണം. പക്ഷെ എല്ലാം ഒന്നും എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പഴമൊക്കെ ഇച്ചിരി ബേബി കഴിച്ച് ബാക്കിയുള്ള സംഭവങ്ങൾ ഞാൻ കഴിച്ചതും കഴിക്കാത്തതുമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഈവനിങ് വിശക്കുന്ന സമയത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച്. പിന്നെ ഞാൻ ആവി പിടിച്ചിട്ട് വന്നപ്പോൾ എൻ്റെ മുഖത്ത് ഉച്ചയ്ക്കും കൂടെ ഒന്നും കൂടെ ആവി പിടിച്ച് രാവിലെ പിടിച്ചതിന് ശേഷം ഫുള്ള് വെള്ളം കണ്ടപ്പോൾ ഇച്ചിരി ബേബി ഞാൻ കറിയാണെന്ന് വിചാരിച്ചിട്ട് എന്താണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് അവളിങ്ങനെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ. എന്നിട്ട് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ തുടച്ച് തരാണ്.
അതിനുശേഷം എനിക്ക് കുറച്ച് എഡിറ്റിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അപ്പോഴേക്കും അസ്ർ വാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ഇച്ചിലു ബേബി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള കൊഞ്ചലാണ് ഈ കാണുന്നത്. അവൾ ക്യാമറ കണ്ടതും അതിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വരും. അപ്പോഴേക്കും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് അവർക്ക് നേന്ത്രപ്പഴവും മുട്ടയും കൂടെ പുഴുങ്ങി വെക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ ഹേസുക്കുട്ടൻ അതുപോലെ അവന് ഭയങ്കര വിശപ്പായിരിക്കും തിരിച്ച് വരുമ്പോൾ. അപ്പോൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. വിശന്ന് കഴിഞ്ഞാൽ അവൻ കാര്യമൊന്നും പറയില്ല, വെറുതെ കരി കൂട്ടാം. അപ്പോൾ അവൻ്റെ കരച്ചിൽ ഒതുക്കാനും വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ റെഡിയാക്കി വെക്കും. ചിലപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടാണ് കേട്ടോ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേ മുട്ട പുഴുങ്ങാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇന്നെന്തോ ഭാഗ്യത്തിന് കരച്ചിലൊന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനെ പറയും, അമ്മി നല്ല വിശക്കണം, അമ്മി എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ ഇച്ചിലു ബേബി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെയ്യുന്നത് കണ്ടുപഠിക്കുന്നത്. അപ്പോൾ കിറ്റ് കൊണ്ടുപോയിട്ട് പാത്രം കഴിയുന്ന ഭാഗത്തേക്ക് വെക്കുകയാണ് കേട്ടോ അവൾ. പിന്നെ ഇവർക്ക് വിശപ്പ് താങ്ങാൻ പറ്റാതായപ്പോൾ വേഗം ചോറ് കൊടുത്ത് ഒതുക്കാണ്. അല്ലെങ്കിലും ഡെയിലി വന്ന ഉടനെ ചോറ് മാക്സിമം ഞാൻ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഹേസുക്കുട്ടൻ അവൻ്റെ ടേബിളിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മുട്ട ചോദിക്കും. ചൂടുണ്ടീ ഉപ്പൊക്കെ ഇട്ടിട്ട് മുളക് പൊടി ഇടും. അപ്പൊ ടേസ്റ്റ് ആണ് നല്ല. ശരി, പാത്രം പൊട്ടിയാൽ ഈ കാണുന്ന സ്വഭാവമായിരിക്കൂല അമ്മയ്ക്ക്. പിന്നെ അമ്മ ആരാകും? ആരാകണ്ട, ഞാൻ ശരിയാക്കി തന്നല്ല. അമ്മ ആരാകും? പിന്നെ നാഗവല്ലി ആകും. ആരാകും? ഇവര് രണ്ടാളും കളിക്കുന്നു. അവര് രണ്ടാളും കളിക്കണ്ടേ, അവസാനം നമ്മള് രണ്ടാളും കളിക്കേണ്ടി വരും. പിന്നെ അപ്പൊ നമ്മളുടെ കാല് വരക്കും. അവര് കൊറേ നേരം ഇരിക്കണം. അമ്മി എന്താ ചെയ്യണവരോട്? കളിക്കുന്നത് അറിയോ? പക്ഷെ ഇത് ഇത് ഈ സാധനം പൊട്ടി എനിക്ക് ശരിയാക്കാൻ പറ്റില്ല. ഇതെന്താണിത്? എടുത്തയച്ച എടുത്ത് വായിലിട്. തരാലോ. മുഖം മാത്രമേ മലയാളം കാണിക്കും. മാർക്ക് മലയാളം മാർക്ക്. ഇതൊക്കെ പഠിച്ചതാണ്, മറന്നു പോകുന്നു. എന്താ ഇട്ട് തരാട്ടാ. ഇതിന്റെ പേര് റഫ് ബുക്ക് അല്ല ട്ടാ. ഇതിന്റെ പേര് ഇത് ക്ലാസ് ടെക്സ്റ്റ് ബുക്ക്. നീ എന്താണ് ഇത് തെറ്റിച്ചത്? അതെനിക്ക് അറിയില്ല. എന്തുകൊണ്ട് അറിഞ്ഞില്ല? മാത്രം അറിയില്ല. ബാക്കിയൊക്കെ അറിയോ? ഡേറ്റ് ഞാൻ പറഞ്ഞു കളർ അടിച്ചതൊക്കെ കളർ അടിക്കാൻ പാടില്ല.
എവിടെ ദീദി എവിടെ ചോദിക്കുന്നു. ഇനി നാളെ കാണാം. എന്താണ്? നാളെ കാണാം. ശരി, ബൈ. നാളെ കാണാം. ലൈക്ക് ആൻഡ് കമന്റ്. സബ്സ്ക്രൈബ് വേണ്ട, ഷെയറും. ഷെയർ. ഹായ്. അത് എന്തിന്? ബൈന്ന്. ഹായ്ന്ന്. ദീദി എവിടെ? അമ്മന്റെ അടുത്തേ. അമ്മ ദീദി എവിടെ ചോയ്ക്ക്. അങ്ങനെ മഹരിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെ കുറച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കാനും വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുച്ചുക്കുട്ടി സ്കൂളിലത്തെ കുറേ കഥകളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഏഷാസ്കാരം കഴിഞ്ഞ് പിന്നെ ദേ ഇവിടെ മൊത്തത്തിൽ എത്ര വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാലും മക്കൾ വന്നു കഴിഞ്ഞാൽ കുറേ ചപ്പ് ചവറുകളുണ്ടാവും. അതൊക്കെ ഒന്ന് അടിച്ചു വാരി കൂട്ടാണ്. രാത്രി അടിച്ചു വരാൻ പാടില്ല എന്ന് പറയും, പക്ഷേ വൃത്തിയായിരിക്കുക എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചവിട്ടിയിട്ട് മക്കൾ ബെഡിലേക്ക് കയറും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ മടക്കാനുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 7 പേരുടെയും ഉണ്ടാവും. അപ്പോൾ 7ഉം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് അവനവൻ വന്നിട്ട് എടുത്തിട്ട് പോകാനാണ് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ റൂൾസൊക്കെ മാറ്റിയിട്ട് അവനവൻ്റെ തുണികൾ വന്ന് അവനവൻ മടക്കി അലമാറയിൽ എടുത്ത് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ സമയത്തും പ്രാവർത്തികമാവൂല, എങ്കിലും പറഞ്ഞു പഠിപ്പിക്കുക എന്നാൽ അതല്ലേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. പിന്നെ അതേ ചെറിയ കുട്ടികളെടുത്ത് അവരുടെ ഡ്രസ്സുകൾ ഇതുപോലെ മാറ്റി വെക്കാൻ പറഞ്ഞപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ്, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ദേ വീണ്ടും നമ്മുടെ ഇച്ചിലു ബേബി ഓരോന്ന് വലിച്ചിരുന്നുണ്ട്. അപ്പോൾ റനക്കുട്ടി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ റന്ന അവൾക്ക് ഭയങ്കര പേടിയാണ്, ഇഷ്ടമാണ്. അപ്പോൾ വേഗം അപ്പുറത്തോണ്ട് മാറ്റി വെച്ച് ഇവിടെ ഹയാൻ്റെ അടുത്ത് പിറ്റേ ദിവസത്തിന് വേണ്ട ഡ്രസ്സ് അയൺ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളുടെ യൂണിഫോം ഓരോ ബോക്സിൽ, പിന്നെ അവരുടെ പാൻറ്റുകൾ ഒരു ബോക്സിൽ, അങ്ങനെ സോക്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ യൂണിഫോം നാളത്തേക്കുള്ളത് തലേ ദിവസം തന്നെ എടുത്ത് മാറ്റി വെക്കുകയാണ്. കാരണം ഞാൻ ചിലപ്പോൾ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ രാവിലെ അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇടയിൽ കൂടെ വന്നിട്ട് ഓരോന്ന് എടുത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതെടുത്ത് മാറ്റി വെക്കുകയാണ്. അവരുടെ അടുത്ത് രാവിലെ അത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഇതേ നമ്മുടെ ചുച്ചുക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ വരാൻ പോകണമല്ല, ആക്ച്വലി കഴിഞ്ഞു. നമ്മൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. അങ്ങനെ അതേ അവൾക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ് ഈ ഡ്രസ്സ്. അപ്പോൾ നമ്മുടെ ഹേസുക്കുട്ടനെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര വിഷമത്തിൽ അങ്ങോട്ട് പോയി നിന്ന്. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു, അവനെ കാണാതെ അവൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് എപ്പോഴോ വാങ്ങി വെച്ചത്, അത് വേഗം ഈ പെട്ടിയിലാക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് തുറന്നു നോക്കിയപ്പോൾ ആൾക്ക് വലിയ ഒരു ഹാപ്പി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഇവരെ 2 പേരുടെ കാര്യത്തിലാണെങ്കിലും ഈക്വലായിട്ട് ഒരേപോലെ ചെയ്യാനാണ് ശ്രമിക്കുക. കാരണം ചെറിയ കുട്ടികളല്ല, അവർക്ക് പെട്ടെന്ന് വിഷമാവും. എന്തിന് ചുച്ചുക്കുട്ടിക്ക് പല്ലുവേദന വന്നാൽ ഹേസനും പല്ലുവേദന വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ ഇവനും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് വേണം, അവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് വേണം, അങ്ങനെയാണ് കേട്ടോ. അവൻ്റെ മുഖത്തിന് വലിയൊരു തെളിമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എങ്കിലും പിന്നീട് അവൻ ഹാപ്പിയായി. നോക്ക് 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 പ്രൈസ് നോക്ക്. എന്തിനാ ഇപ്പൊ തന്നെ ഇട്ട് നോക്കണേ? ചിരിക്ക് മാറി. സന്തോഷായ ഇവിടെ നോക്ക് അമ്മിനെ, സന്തോഷായ. അങ്ങനെ കുട്ടികൾക്ക് രാത്രി ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയിൽ ചെറിയ 3 പേർക്കും ഞാൻ എൻ്റെ എളുപ്പ പണി ചെയ്യുന്നത് എന്താ പറയുക, പീനട്ട് ബട്ടർ ഉണ്ടാവില്ലേ, അത് തേച്ചിട്ട് കയ്യിൽ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് വാരി കൊടുക്കേണ്ട ആവശ്യമില്ല, താഴെ എവിടെ ആക്കൂല. അതിന് വേണ്ടിയിട്ട് എളുപ്പപ്പണിക്ക് അങ്ങനെ ചെയ്യും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർക്ക് ചപ്പാത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എന്തേ അവരെ ഉറക്കാനും വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവരെ ഉറക്കണം ഭയങ്കര ടാസ്ക്കാണ്. ഇപ്പോൾ ആദ്യത്തെ പോലെ ഈസി ആയിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഉറക്കം കൂടെ പോകാൻ പാടില്ല. കാരണം ഇവർ ഉറങ്ങിയിട്ട് വേണം എനിക്ക് വീഡിയോസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും എൻ്റെ പണികളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട്. എല്ലാ ലൈറ്റുകളും ഓഫാക്കിയിട്ട് ഞാനും കൂടെ അവരെ കൂടെ കിടന്നു കഴിഞ്ഞാൽ അവരങ്ങനെ ഉറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് ഒരു ഉപകാരം കിട്ടി, ഗുണം കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബക്കാർക്കോ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്യുക കേട്ടോ.
പിന്നെ എന്താണ് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടുക, ഒരു ഇമോജി എങ്കിലും എപ്പോഴും പറയുന്ന പോലെ കമൻ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.